ഹായ് ഓൾ. SCRT ക്വസ്റ്റ്യൻ പൂളിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് നടത്തിയ സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മന്നത്തു പത്മനാഭൻ. സവർണ ജാഥ നയിച്ചത് മന്നത്തു പത്മനാഭനാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തെല്ലാം? ജാതി അടിസ്ഥാനമാക്കിയുള്ള വിചാരണയും ശിക്ഷയും അവസാനിപ്പിച്ചു. ഏകീകൃതമായി ശിക്ഷാവിധികൾ നടപ്പിലാക്കി. കോടതികൾ സ്ഥാപിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിചാരണയും ശിക്ഷയും അവസാനിപ്പിച്ചു. ഏകീകൃതമായി ശിക്ഷാവിധികൾ നടപ്പിലാക്കി. കോടതികൾ സ്ഥാപിച്ചു. ഇവയെല്ലാമായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യാപനത്തിന് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി വിഭാഗങ്ങൾ ഏതെല്ലാം? അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച മേഖലകൾ എഴുതുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് PSCയുടെ ഇഷ്ട ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറീസ്. ഫസ്റ്റ് വൺ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾ. ഇവയായിരുന്നു 3 വിഭാഗങ്ങൾ. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിലായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾ മലബാർ മേഖലയിലായിരുന്നു. ലണ്ടൻ, തിരുവിതാംകൂർ. ചർച്ച് മിഷൻ തിരുവിതാംകൂറും കൊച്ചിയും. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. തിരുവിതാംകൂറിൽ നടന്ന പ്രധാന പ്രക്ഷോഭങ്ങളെ ചുവടെ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. സർക്കാർ ജോലി തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം മുൻനിർത്തി ഉടലെടുത്തതാണ് മലയാളി മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലി തിരുവിതാംകൂറുകാർക്ക്. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർപ്പിച്ച രേഖയാണ് ഈഴവ മെമ്മോറിയൽ. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ സ്വദേശി രാമകൃഷ്ണ പിള്ളയുടെ നാടുകടത്തൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിവർത്തന പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം എന്ന ആശയം മുൻനിർത്തിയാണ് നിവർത്തന പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായ സംവരണം എന്ന ആശയം മുൻനിർത്തിയാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിലേക്ക് എന്ന ആശയം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. TK മാധവന്റെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിൽ യാത്ര ചെയ്യുവാൻ അവർണർക്ക് അനുവാദം ലഭിച്ചു എന്നുള്ളതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന കാരണം. TK മാധവന്റെ നേതൃത്വം, മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിൽ യാത്ര ചെയ്യാൻ അവർണർക്ക് അനുവാദം ലഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിൽ പിന്തുടർച്ചാവകാശ ക്രമത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായ സമ്പ്രദായത്തിലേക്ക് മാറി. കുടുംബത്തിൽ എല്ലാവർക്കും സ്വത്തവകാശം ലഭിച്ചു എന്നുള്ളതായിരുന്നു പ്രധാന മാറ്റങ്ങൾ. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായ സമ്പ്രദായത്തിലേക്ക് മാറുകയും കുടുംബത്തിൽ എല്ലാവർക്കും സ്വത്തവകാശം ലഭിക്കുകയും ചെയ്തു. കീഴരിയൂർ ബോംബ് കേസ് താഴെ പറയുന്ന ഏതു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ നടപടികൾ അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു 1946 പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന കാരണം. മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനം. സമർത്ഥിക്കുക. 1. അരുവിപ്പുറം പ്രതിഷ്ഠ.
വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. വിജ്ഞാന വികാസത്തിന് പ്രാധാന്യം നൽകി. ആലുവ സർവമത സമ്മേളനം, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഇവയൊക്കെയായിരുന്നു മനുഷ്യസ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും എന്ന് വ്യക്തമാക്കുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ, വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിജ്ഞാന വികാസത്തിന് പ്രാധാന്യം നൽകി. ആലുവ സർവമത സമ്മേളനം, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ. സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഗൗരി പാർവതിബായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതിബായ്. പാപ്പ വെച്ച് കണക്ട് ചെയ്യുക. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതിബായ്. കേരളത്തിൽ വളർന്നു വന്ന ആദ്യകാല ബാങ്കുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേരെഴുതുക. കേരളത്തിൽ വളർന്നു വന്ന ആദ്യകാല ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ തന്നെ ആദ്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്, ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്, ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയായിരുന്നു ആദ്യകാല ബാങ്കുകളിൽ ഉൾപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? 1. അച്ചടിയുടെ ആരംഭവും ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും. മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കരണം. കേരളീയ സമൂഹത്തിൽ ആധുനീകരണം. ചികിത്സാരംഗത്തും കുടുംബഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ. ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ കേരളീയ ജനതയുടെ നല്ല മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അച്ചടിയുടെ ആരംഭവും ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും, മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കരണം, കേരളീയ സമൂഹത്തിൽ ആധുനീകരണം, ചികിത്സാരംഗത്തും കുടുംബഘടനയിലുമുണ്ടായ മാറ്റങ്ങൾ ഇവയൊക്കെയായിരുന്നു പ്രധാന മാറ്റങ്ങൾ. 19ാം നൂറ്റാണ്ടിന്റെ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ജാതി വ്യവസ്ഥ, സാമൂഹിക അസമത്വം, അനാചാരങ്ങൾ എന്നിവയായിരുന്നു 19ാം നൂറ്റാണ്ടിന്റെ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികളുടെ ഇടപെടൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? 1. സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിയുടെ വിളംബരം. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണാധികാരികളുടെ ഇടപെടൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ പ്രധാന മാറ്റങ്ങളാണ്. 1. സ്കൂളുകളും കോളേജുകളും ഒക്കെ സ്ഥാപിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായിയുടെ വിളംബരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന നിയമലംഘന സമരങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 1930 ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂര് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂര് നേതൃത്വം നൽകിയത്. കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് നിന്നും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഖാദി പ്രചരണം. വിദേശ വസ്തു ബഹിഷ്കരണവും ഖാദി പ്രചാരണവും നിയമലംഘന സമരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഏതെല്ലാം? കണ്ണൻദേവൻ കമ്പനി, മർഡോക് ബ്രൗൺ, മലയാളം പ്ലാന്റേഷൻ എന്നിവയായിരുന്നു പ്രധാന തോട്ട വ്യവസായ സ്ഥാപനങ്ങൾ. കണ്ണൻദേവൻ കമ്പനി, മർഡോക് ബ്രൗൺ, മലയാളം പ്ലാന്റേഷൻ എന്നിവയാണ് പ്രധാന ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായങ്ങൾ. തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്ഥാപിച്ച ഏതെങ്കിലും 2 വ്യവസായങ്ങളുടെ പേരെഴുതുക. 1. പുനലൂർ പേപ്പർ മിൽ, ഫാക്ട്, കുണ്ടറ സിറാമിക്സ്, തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ് എന്നിവയായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്ഥാപിച്ച വ്യവസായങ്ങളാണ്. പുനലൂർ പേപ്പർ മിൽ, ഫാക്ട്, കുണ്ടറ സിറാമിക്സ്, തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ്.
എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്നും സി കോളത്തിൽ നിന്നും എഴുതുക. EMS നമ്പൂതിരിപ്പാട്. EMSന്റെ പുസ്തകമാണ് ഒന്നേകാൽ കോടി മലയാളികൾ. EMSന്റെ രചനയാണ് ഒന്നേകാൽ കോടി മലയാളികൾ. കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. EMS നമ്പൂതിരിപ്പാട്, ഒന്നേകാൽ കോടി മലയാളികൾ, കേരള രൂപീകരണം. ടി പ്രകാശം. ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. ടി പ്രകാശം ആന്ധ്ര കേസരി ഒറ്റപ്പാൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടി പ്രകാശം ആന്ധ്ര കേസരി ഒറ്റപ്പാൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കെ കേളപ്പൻ. കെ കേളപ്പൻ ഉപ്പു നിയമം. കേരളത്തിലെ ഉപ്പു നിയമം, പയ്യന്നൂരിലുള്ള ഉപ്പു നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കെ കേളപ്പൻ, പയ്യന്നൂർ. GP പിള്ള മലയാളി മെമ്മോറിയൽ. GP പിള്ള മലയാളി മെമ്മോറിയൽ, തിരുവിതാംകൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ പഴശ്ശിരാജയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷുകാരുടെ നികുതി നയം, വയനാടിന്റെ മേലുള്ള ബ്രിട്ടീഷ് മേൽക്കോയ്മ. വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള മത്സരം കേരളത്തിൽ യൂറോപ്യന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. ഈ പ്രസ്താവന സമർത്ഥിക്കുക. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് എന്നിവർ തമ്മിലുള്ള പരസ്പര മത്സരം. കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ച് വ്യക്തമാക്കുക. എണ്ണയാട്ടുമില്ലുകൾ സ്ഥാപിച്ചു. കയർ ഫാക്ടറി സ്ഥാപിച്ചു. കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറി സ്ഥാപിച്ചു. കണ്ണൂരിൽ ബീഡി കമ്പനി സ്ഥാപിച്ചു. ഓട്ട് കമ്പനികൾ. ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ ഓട്ട് കമ്പനികൾ സ്ഥാപിച്ചു. ഇവയൊക്കെയായിരുന്നു പ്രധാന മാറ്റങ്ങൾ. കേരളത്തിൽ എണ്ണയാട്ടുമില്ലുകൾ, ആലപ്പുഴയിൽ കയർ ഫാക്ടറി, കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറി, കണ്ണൂരിൽ ബീഡി കമ്പനി, ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ, കോഴിക്കോട്, കൊല്ലം ഭാഗങ്ങളിൽ ഓട്ട് കമ്പനികൾ എന്നിവ സ്ഥാപിച്ചു. കേരളത്തിലെ വ്യാപാരം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളേവ? വ്യാപാര നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ, അളവ് തൂക്ക സമ്പ്രദായം, ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി, തുറമുഖങ്ങൾ വികസിപ്പിച്ചു എന്നിവയായിരുന്നു. വ്യാപാര നിയമ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. അളവ് തൂക്ക സമ്പ്രദായം, ഗതാഗത സൗകര്യം എന്നിവ മെച്ചപ്പെടുത്തി, തുറമുഖങ്ങൾ വികസിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഏതെല്ലാം? വിവരിക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, നിയമലംഘന സമരങ്ങൾ, ഉപ്പു സത്യാഗ്രഹം, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, കർഷക സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയായിരുന്നു പ്രധാന പ്രക്ഷോഭങ്ങൾ. ചാന്നാർ ലഹളയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 1859 തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടത്തിയ പോരാട്ടമാണ് ചാന്നാർ ലഹള. ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് ചാന്നാർ ലഹളയിലൂടെയാണ്. കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് വിശദീകരിക്കുക. അരുവിപ്പുറം പ്രതിഷ്ഠ, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടനകൾ കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ചു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി തിരുവിതാംകൂറിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. മലയാളി മെമ്മോറിയൽ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാധാന്യം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. മലയാളി മെമ്മോറിയലിന്റെ സ്ഥാപകൻ ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയൽ, ഈഴവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്ന ആശയം മുൻനിർത്തിയാണ്. ഡോക്ടർ പൽപ്പു ആണ് ഇതിന്റെ നേതാവ്. നിവർത്തന പ്രക്ഷോഭം, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം, ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം പ്രക്ഷോഭം എന്നിവയായിരുന്നു നിവർത്തന പ്രക്ഷോഭങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. NP ജോസഫും PK കുഞ്ഞ്, C കേശവൻ എന്നിവരാണ് പ്രധാന നേതാക്കൾ. NP ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവർ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു, മലയാളി മെമ്മോറിയൽ GP പിള്ള. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ മലബാറിൽ നടന്ന 2 കലാപങ്ങളുടെ പേര്? മലബാർ കലാപം, പഴശ്ശി കലാപം, മാപ്പിള കലാപങ്ങൾ, കുറിച്യ കലാപം. പട്ടിക പൂർത്തിയാക്കുക. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ്.
വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കുന്നു. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലഗണനാക്രമത്തിൽ എഴുതുക. ഗുരുവായൂർ സത്യാഗ്രഹം, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം എന്നാണ് കറക്റ്റായിട്ടുള്ള കാലഗണനാക്രമം. ചാന്നാർ ലഹള 1859, മലയാളി മെമ്മോറിയൽ 1891, ഗുരുവായൂർ സത്യാഗ്രഹം 1930, നിവർത്തന പ്രക്ഷോഭം 1932. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമാക്കുക. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം, കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലം, പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, കേളപ്പൻ, ഐക്യ കേരള കൺവെൻഷൻ കേളപ്പനായിരുന്നു. തിരുകൊച്ചി സംയോജനം 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം. EMS മന്ത്രിസഭ, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം EMSൻ്റെതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശിപാർശ, കേരള സംസ്ഥാനം രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മിഷണറി സംഘങ്ങളുടെയും നാട്ടുരാജാക്കന്മാരുടെയും ഇടപെടൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ വ്യക്തമാക്കുക. 1. മിഷണറി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ, നാട്ടുരാജാക്കന്മാരുടെ ഇടപെടൽ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ചർച്ച് മിഷൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നീ വിഭാഗങ്ങളെക്കുറിച്ചുള്ള നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കൃഷിയുടെ വാണിജ്യവൽക്കരണം കേരളത്തിലെ കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ വിശദമാക്കുക. കമ്പോളം ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതി, നെല്ലിനു പകരം തെങ്ങു കൃഷി, ഭക്ഷ്യവിളകൾക്കു പകരം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുക, തോട്ടം മേഖലയുടെ വളർച്ച എന്നിവയായിരുന്നു. ബ്രിട്ടീഷ് ഭരണം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിൽ ഭൂവുടമ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? മലബാർ 1929 മലബാർ കുടിയായ്മ നിയമം കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്ര അവകാശം ലഭിച്ചു. തിരുവിതാംകൂർ 1865 പണ്ടാരപ്പാട്ട വിളംബരം, പണ്ടാര വക ഭൂമിയിൽ കുടിയാന്മാർക്ക് അവകാശം. തിരുവിതാംകൂറിൽ തന്നെ 1896 ജന്മി കുടിയാൻ നിയമം. കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കുകയുണ്ടായി. കൊച്ചി 1914 കൊച്ചിയിലെ കുടിയായ്മ നിയമം. ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ് ആണ്. 1929 മലബാർ കുടിയായ്മ നിയമം, 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1896 ജന്മി കുടിയാൻ നിയമം, 1914 കൊച്ചിയിലെ കുടിയായ്മ നിയമം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനായി നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം വിശദമാക്കുക. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നൽകിയ നിവേദനമാണ്. ഈഴവ മെമ്മോറിയൽ ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച നിവേദനമായിരുന്നു. നിവർത്തന പ്രക്ഷോഭം ജനസംഖ്യാനുപാതികമായി ഉദ്യോഗങ്ങളിൽ സംവരണം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പുന്നപ്ര വയലാർ സമരം സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്. കേരളത്തിൽ വിദേശ വ്യാപാരം മെച്ചപ്പെടുത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ ഏതെല്ലാം? തങ്ങൾക്ക് അനുകൂലമായ വ്യാപാര നിയമം രൂപപ്പെടുത്തി. ഏകീകൃത നാണയ വ്യവസ്ഥ, ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം, ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തൽ, തുറമുഖങ്ങൾ വികസിപ്പിക്കൽ എന്നിവയായിരുന്നു കേരളത്തിലെ വിദേശ വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ. ബ്രിട്ടീഷുകാരുടെ വരവോടെ കേരളത്തിലെ പിന്തുടർച്ചാക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ വിശദമാക്കുക. 1. മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വന്നു. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. തറവാട്, കൂട്ടുകുടുംബം എന്നിവ തകർന്നു. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാഹചര്യം വിശദമാക്കുക. ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ പ്രജാമണ്ഡല രൂപീകരണം എന്നിവയായിരുന്നു കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു. ബെഞ്ചമിൻ ബ്രെയ്ലി
ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു അർണോസ് പാതിരിയുടേതാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും പശ്ചിമോദയവും ഹെർമൻ ഗുണ്ടർട്ടിന്റെ തന്നെ സംഭാവനയായിരുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് വിശദമാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം, മലബാർ AV കുട്ടിമാളു അമ്മ, തിരുവിതാംകൂർ അക്കാമ ചെറിയാൻ, ആനി മസ്കറിൻ. ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ബുൾ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.